അപ്പൊ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കാം. പൊളുന്ന് സൂപ്പർ സാധനമാണ്. നിങ്ങളൊന്ന് പരീക്ഷ വെച്ചോ. നമ്മളെ ഇന്നത്തെ സ്പെഷ്യലി അടപ്രഥമൻ. അതിനുള്ള അട കഴുകി വെച്ചിട്ടുണ്ട്. വേവിക്കാനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു 600 ഗ്രാം അടയിലാണ് ഉണ്ടാക്കുന്നത്. അത് 1.2 കിലോ വെള്ളം നമ്മൾ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. 100 അണ്ടി 100 മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കൊപ്ര കഷ്ണങ്ങളാക്കിയത് അത് വറുത്തെടുക്കാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 3 തേങ്ങയുടെ പാൽ, തമ്പാലുണ്ട്, സെക്കൻഡ് പാലുണ്ട്. സെക്കൻഡ് പാലിലാണ് ആദ്യം അത് വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ ഒരു 200 സാബൂനരി അതും പുതിർത്തി വെച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇതൊന്ന് ഉരുക്കിയെടുക്കട്ടെ. അതുപോലെ തന്നെ അട ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഓക്കെ, വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. കൊപ്രപ്പൂളും അതിന് ശാർക്കേജ് കൊടുക്കുന്നുണ്ട്. ഒരു 50 മില്ലി RKG കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാനുള്ളത് മാത്രം. RKG 5 മുന്തിരി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് മുറുകിയിട്ടുണ്ട്. നമ്മളതിലേക്ക് കൊപ്ര കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ആ ചൂടിൽ തന്നെ റെഡി ആയിക്കോളൂ, അല്ലെങ്കിൽ കറുപ്പ് അട വെന്ത് കോരി അരിപ്പത്തട്ടിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടി മുന്തിരി വറുത്തെടുത്ത RKG ഉണ്ട് ആ പാത്രത്തിൽ. അതിലേക്ക് നമുക്ക് ആ ഉരുക്കി വെച്ച വെല്ലം ചേർക്കാം. ഇതുപോലെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ വെള്ളത്തിന് അടിയിൽ കച്ചറി ഉണ്ടെങ്കിൽ പണി കിട്ടും. ഒരു കുറച്ച് ബാക്കിയിട്ട് നോക്കിയിട്ട് വേണ്ടിക്ക് നമുക്ക് പിന്നെ ഉരുക്കി വയ്ക്കാപ്പാ. ഇങ്ങനെ ബേജാറാണ്ടാപ്പാ. ആ കുറുക്കിയെടുത്ത വെള്ളം കായുന്നുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ അട ആഡ് ചെയ്യുന്നു. അതിൽ RKG പറ്റുമ്പോൾ കാണുന്നില്ലേ, RKG പോരെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാം അതിലേക്ക് കേട്ടോ. ഇപ്പം അല്ല, പിന്നീട് നമ്മൾ അട അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പുതിർത്തി വെച്ച സാബൂനരി കൂടി അതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യും. അട വെള്ളത്തിൽ കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പകുതി സെക്കൻഡ് പാല് പകുതി അങ്ങ് അതിലേക്ക് ആഡ് ചെയ്യാം. പകുതിയാ അതേ പറ്റിയിട്ട് അടിക്ക് പറ്റിപ്പോകും. പിന്നെ അതിലേക്ക് നമ്മളെ സാബൂനരി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സാബൂനരി കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് വറ്റുമ്പോൾ ആ ബാക്കിയുള്ള സെക്കൻഡ് പാല് കൂടി അതിലേക്ക് ചേർക്കണം. അപ്പോൾ ഒന്നുകൂടി ടൈറ്റ് ആയിട്ടുണ്ട്. ആ ബാക്കി സെക്കൻഡ് പാലിൻ്റെ ബാക്കി പാല് കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ചേർത്തിട്ടുണ്ട്. സാബൂനരിയൊക്കെ പൊന്തുമ്പോൾ നല്ല ടൈറ്റായി വരും. നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് അണ്ടി മുന്തിരി കൊപ്ര ആഡ് ചെയ്യാം. ചെറിയ തീയിലേ വെക്കാൻ പാടുള്ളൂ. ഇനി എന്നിട്ട് നമ്മൾ മലയാള ഭാഷയാണ് കേട്ടോ, കണ്ണൂർ മലയാള ഭാഷ. അപ്പോൾ അതിലേക്ക് പാൽ ഒഴിക്കണം. ഫസ്റ്റ് പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ആ ചൂട്ടിലങ്ങ് റെഡി ആയിക്കോളും. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ റെഡി. എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ തമ്പാൽ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അടപ്രഥമൻ റെഡി. നമ്മുടെ മധുരമൊക്കെ ഓക്കെയാണ്. ഇനി ഇതിനാവശ്യമുള്ളവർക്ക് ഇതിൽ ചുക്കുപൊടി ഇടാം കേട്ടോ. ഒരു നുള്ളി ചുക്കുപൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മഅസ്സലാമ.
ഫൈനലായി നമ്മൾ കുറച്ച് ഏലാച്ചി നുറുക്കിയത് കൂടി അതിലേക്ക് ഇടുന്നുണ്ട്.